ഹായ് ഹലോ ഗേയ്സ്, ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ ഉള്ള അക്വേറിയം. ഇതിൽ ഒരുപാട് മീനുകളുണ്ട്. നിങ്ങൾ കാണാഞ്ഞിട്ടാണ്. കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്, വലിയ മീനുകളുണ്ട്. ഓരോന്നിനെയായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. കുറേ ഇവിടുന്ന് എൻ്റെ മകൻ അവിടുന്ന് ഇവിടുന്നൊക്കെ പിടിച്ചു കൊണ്ടുവന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. പോരാത്തതിന് നല്ല 2 ഗോൾഡ് ഫിഷ് ഉണ്ട്, ഗൗരാമി ഉണ്ട്, സക്കറുണ്ട്. എന്നതിനും ഇതാണ് നമ്മുടെ ഓസ്കാർ. കണ്ടോ, അതിങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. താഴെയുള്ള മീനുണ്ട്, അതിൻ്റെ പേരാണ് ക്യാറ്റ് ഫിഷ്. ആ വെള്ളം ഇതിലൊരു റെട്ടൈൽ ക്യാറ്റ് ഫിഷ് ഉണ്ട്, അതിനെയാണ് നല്ല രസം. പിന്നെ ഈ വെള്ള മീനില്ലേ, ഇതാണ് ഗൗരാമി. പിന്നെ മറ്റേതൊക്കെ കോഴിക്കാർപ്പാണ്, കോഴിക്കാർപ്പ്. പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ട്. പിന്നെ ആ പറ്റി പിടിച്ച മീൻ അതാണ് സക്കർ. അതാണ് നമ്മളെ പൂപ്പെല്ലാം നക്കി തിന്ന. ഉണ്ടായി എന്ത് രസമാണ് ഇത് തന്നെ നോക്കിയിരിക്കാൻ, എന്ത് സുഖം. സമയം പോകുന്നതേ അറിയില്ല. ഈ അടിയിലുള്ളതാണ് എന്ത്, പിന്നെ ആ സൈഡിൽ നിൽക്കുന്ന മീനുകളില്ലേ, ഇതൊക്കെയാണ് നമ്മുടെ എന്ത് ചെറിയ മീനുകൾ. ഇവിടെ പോയിട്ട് ഇവിടെയുള്ള അടുത്തുള്ള തോട്ടിൽ പോയിട്ട് ഇവൻ പിടിച്ചു തിന്നാൻ വേണ്ടിയിട്ട് ഇവർക്ക് കൊണ്ടിട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ ഇവരതിനൊന്നും ചെയ്തില്ല. ഉണ്ടാവും നല്ല സുഖമായിട്ട് അവർ ജീവിക്കുന്നു, ഇവരും ജീവിക്കുന്നു. എല്ലാവരും ഇതിൽ തന്നെയാണ്. അതിൽ ഈ നമ്മൾ വന്ന് നോക്കുന്നതാണ് ആര്, ഓസ്കാർ. ഇത് നമ്മൾ കൈയൊക്കെ കാണിച്ചാൽ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഓടി ഓടി വരും. വിശന്നാൽ പ്രത്യേകിച്ചും എല്ലാവരുടെ അടുത്തേക്ക് ഓടി വരും. നമ്മൾ എങ്ങോട്ടാണോ നീങ്ങുന്നത് അതിനനുസരിച്ച് നീങ്ങുന്നൊരു മീനാണ്. മറ്റേതാണ് ഗോൾഡ് ഫിഷ്. അതിനെയാണ് കാണാൻ നല്ല ഭംഗി. അത് വേഗം വലുതാവും. ഞാൻ പറഞ്ഞു ഹൈ 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 ഹൈ, എന്താ രസം. ഇതിങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമല്ലേ. കണ്ട മേലെയുള്ള 2 സാധനമുണ്ട്, 2 ഗൗരാമി. അതിൻ്റെ വാല് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് രസമല്ലേ. നല്ല പുള്ളി വാലും ഒരു മീശ പോലത്തെ സാധനം നീണ്ടത്. അതൊക്കെ കൊണ്ട് തുഴയുന്നതാണ്, നല്ല രസമുണ്ട്. ഞാനിങ്ങനെ നോക്കിയിരിക്കും കുറേ നേരം ഇതിനെ. കണ്ട ഇതിലെ ആ വാട്ടർ കുമ്പളൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നോക്കുന്നവരുണ്ട്, കുറച്ച് ദൂരെ പോയി നിൽക്കുന്നവരുണ്ട്, മോട്ടറിൻ്റെ സൈഡിൽ പോയിട്ട് ഞങ്ങളാരും കാണൂല എന്ന് തന്നെ ഒളിച്ച് നിന്നവരുണ്ട്. കണ്ട ഇവ എന്താ രസം. ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. ഒരു സമയം പോക്കും കൂടിയാണ്. ഓക്കെ, എല്ലാവരുടെയും വീട്ടിൽ അക്വാറിയം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സമയം പോക്കാനും ഒക്കെ നല്ല കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വെക്കേഷന് സമയം പോകാനൊക്കെ നല്ല സാധനമാണ്. അത് നോക്ക്, അവർ തമ്മിലുള്ള അടിയും ഓടിപ്പിടിക്കലൊക്കെ കാണാൻ നല്ല സൈഡൊക്കെ ഉണ്ടാവും. നല്ല ഓടിപ്പിടിക്കൽ പരസ്പരം. ചെറിയ മീനില്ലേ, ആ ചെറുത് കണ്ട, ആ ചെറുത് വലുതിൻ്റെ പുറകെ ഓടുന്നുണ്ടോ, അതിനെയാണ് നുള്ളിക്കോട്ടി എന്ന് പറയുന്നത്. സാധാരണ മീനാണ്, പക്ഷെ അത് ചെറിയതാണെങ്കിൽ കണ്ട വലിയ മീനിൻ്റെ വഴി തന്നെ ഓടുകയാണത്. അതിനെ പേടിച്ച വലിയ മീൻ ഓടുകയാണ്. അത് നോക്കിയാ കുറുവാപ്പരലിൻ്റെ വഴി തന്നെ നുള്ളിക്കോട്ടിയാണ് ഓടുന്നത്. ഇത്തിരിയേ ഉള്ളൂ, പക്ഷെ അവരുടെ അടി കാണാൻ തന്നെ നല്ല രസമാണ്. അല്ല, നുള്ളിക്കോട്ടിയാണ് താഴെ ഇങ്ങനെ ഓടിക്കളിക്കുന്നത്. അതാ അതിനെ വന്ന് നോക്കുന്നുണ്ട് കോഴിക്കാർപ്പ്. അതിനാരെയും പേടിയില്ല. ഞാനാണ് വമ്പെന്നും പറഞ്ഞാണ് അത് ഓടുന്നത്. അത് ഇത്തിരിയേ ഉള്ളൂ എങ്കിലും വലിയതാണ്. അല്ല, ഇത്തിരിയേ ഉള്ളൂ എങ്കിലും വലിയ മീനിൻ്റെ കയ്യിൽ തന്നെയാണ് പോകുന്നത്. ഐ എന്താ രസം. നോക്കിയേ 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 മക്കളെ നോക്ക്. അപ്പോഴാണ് എൻ്റെ മകൻ പറഞ്ഞത് മറ്റേ മീൻ എന്തോ ഒരു സാധനം കാണിച്ചെടുത്ത് ഓടി വരുന്നു. അങ്ങനെ അത് കാണിച്ചെടുക്കാൻ പോവുകയാണ്.
അവൻ അതിന് വേണ്ടിയിട്ട് എന്തെടുക്കുന്നുണ്ട്, ഒരു കാന്തം എടുക്കുന്നുണ്ട്. കാന്തം വെച്ച് നമ്മളെ മറ്റേ സാധനത്തിന് പേര് മറന്നുപോയി. ആ, ഓസ്കാറിനെ ഓടിക്കുകയാണ്. ഓസ്കാർ ഓടുന്നതാണ്. അവൻ്റെ ഇതിനോടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണുക. ഇതാ ഇപ്പം വരും. കണ്ട ഓസ്കാർ വന്ന് നിന്നാണ്ട അതിനെ നമ്മൾ വിളിക്കുന്ന സൈഡിലേക്ക് അത് ഓടി വരും. ഇത് കാണാൻ വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുക. എന്ത് രസമല്ലേ! ആ മോട്ടറും ലൈറ്റും ഒക്കെ ഫിറ്റ് ചെയ്തപ്പോൾ തന്നെ അക്വാരിയത്തിൻ്റെ ഒരു ക്വാളിറ്റി തന്നെ മാറി. വീട്ടിൽ നിന്ന് പുറത്തൊന്നും പോകേണ്ടി വരില്ല അക്വാരിയം കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ചോദിക്കും എവിടെയാണ് പോയത് എന്നൊക്കെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ. അപ്പോൾ എവിടെയും പോയാലും ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള അക്വാരിയമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെൻ്റെ മോൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, ഒരു അക്വാരിയം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇതിനെ വാങ്ങിക്കൊടുത്തത്. ഇപ്പം സമയം പോകാൻ വേണ്ടി അതിൻ്റെ മുന്നിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എന്ത് രസമാണ്! അത് കണ്ട, ഇതാ വിളിക്കുമ്പോൾ അതിനനുസരിച്ച് ഇതാ പോകുന്നു. അരി പേര് മറന്നോളാ എന്ന് പറഞ്ഞു. ഓസ്കാർ അവാർഡ് തന്നെ കൊടുക്കണതിന്. അത്രയ്ക്കും നല്ല പ്രകടനമാണ് ഓസ്കാർ കാഴ്ചവെക്കുന്നത്. മറ്റുള്ള എല്ലാം ഓരോരുത്തരും ഇങ്ങനെ ഒളിച്ചു നിൽക്കുമ്പോൾ ആ ഓസ്കാറിൻ്റെ പ്രകടനം കാണാൻ മാത്രം കണ്ട. അങ്ങനെയൊന്നും ആക്കിയാൽ വരില്ല, ഞാൻ എൻ്റെ കൂടെ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവളെ കളിപ്പിക്കുകയാണതിന്. കണ്ടോ മക്കളെ, കണ്ടോ ഇതാ വരുന്നുണ്ട്, കാന്തവുമായി വരുന്നുണ്ട്. അതാ വന്ന കണ്ട. എന്ത് രസം അത് കാണാൻ. ഇങ്ങനെയാണ് കണ്ട. അത് കാണുമ്പോൾ അതിൻ്റെ കൂടെ ഓടുക. കണ്ട, ഓടി അങ്ങ് പോയി, അങ്ങ് ഇങ്ങോട്ടേക്ക് ഓടി, ഇങ്ങനെ അങ്ങോട്ടേക്ക് ഓടി. എന്താ രസം! ഇതാണ് രസം ശരിക്കും അല്ലേ?